ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയത് അവനാണെന്ന് വരുത്തി തീർക്കണം. അവനെ കുറഞ്ഞത് 14 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കണം. ശരി മാഡം. അങ്ങനെ വിടാൻ പറ്റില്ല. കറണ്ട് പോയോ? ഇൻവേർട്ടർ ഉണ്ടല്ലോ. പിന്നെന്ത് പറ്റി? അയ്യോ, അയ്യോ, ഏതോടി? അയ്യോ, 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 ഇത് അവള് തന്നെയാ, ഹൃതിക. ബാഗൊക്കെ എടുത്തോണ്ട് പോയോ? നന്നായി. ഇനി എപ്പോഴെപ്പോഴും വീട്ടിലേക്ക് ഓടണ്ടല്ലോ. ഓടണം. ഒരു പ്രാവശ്യമെങ്കിലും അമ്മയച്ഛനെയും കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷേ സാറിങ്ങനെ കിടക്കുമ്പോ പോവാനും തോന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഇരുട്ടടി അടിച്ചാ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇരുട്ടടിയോ? നീ അടിച്ചോ? പക്ഷെ ആരോ ശരിക്കും കൊടുത്തിട്ടുണ്ട്. എന്താടി, നീ എന്നെ തല്ലിയെ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എന്താ അമ്മേ? എടാ, ഞാനേ മുറിയിലിരുന്ന് അസംബ്ലിയിൽ നടത്തേണ്ട പ്രസംഗത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോ ആരോ എന്റെ മുറിയിലെ ലൈറ്റ് മാത്രം ഓഫ് ചെയ്തു. പിന്നീട് ഇതാ സ്പടിക സിനിമയിലെ ആടുതോമ അടിക്കുന്ന അടിയില്ലേ മുണ്ട് പറിച്ചിട്ട് ഋതു അങ്ങനെ ആടുതോമാവും. മതിയുടെ കളിയാക്കിയത്. ഒരു മിനിസ്റ്ററെ നിങ്ങൾ കൈവച്ചത്. ഇതിനെ അടി വേറെ പാഴ്സലായിട്ട് വരും. അമ്മ ഇവളാണ് കൈവച്ചത് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇരുട്ടടിയല്ലേടാ, ഇവളെ അടിക്കൂ. ഇനി മുതല് ഋതുവിന്റെ പേര് മാറ്റിട്ടെ ഇരുട്ടടി ഋതികയെന്നോ ആടുതോമയെന്നോ ഇടാം. എന്റെ അമ്മയെ തല്ലിട്ട് നിന്ന് ചിരിക്കുന്നോടി. നിന്നെ ഇപ്പൊ തന്നെ തീർക്കും. ഇവളെ തൊട്ടാലേ നിന്റെ ഡെഡ് ബോഡിയില് നിന്റെ അമ്മയ്ക്ക് റീത്ത് വെക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. എനിക്കിവിടെ പോലീസിനെ ഡ്യൂട്ടിക്ക് ഇടേണ്ടി വരും നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിലും 2 ദിവസത്തിനകം ഇവിടെ വേറെ പോലീസ് വരും, ചിലരുടെ കയ്യില് വിലങ്ങ് വെക്കാൻ. മന്നന്നൂരിലേക്ക് പോകുന്ന വഴി അരയിക്കൂടി ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച് നടന്ന ഒരു ബോംബ് സ്ഫോടനം. വർമ്മ സാറിനിട്ട് ബോംബ് വെച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ഞാനും ഋതികയും കൂടി നാളെ രാവിലെ അവിടെ പോകുന്നുണ്ട്. എന്താടാ അക്കാര്യം പറഞ്ഞപ്പോ നിന്റെ മുഖം നിന്റെ അമ്മയ്ക്കിട്ട് കിട്ടിയ ഇരുട്ടടി പോലെ ചുവന്നത്? നീ വിരട്ടാണോടാ? വിരട്ടൊന്നും അല്ലടാ, സത്യം കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങള്. നിനക്കും നിന്റെ അമ്മയ്ക്കും ആ അനന്തം പിള്ളയ്ക്കും ആ ബോംബ് സ്ഫോടനത്തില് പങ്കുണ്ട്. ആ
ഈ കണക്കുകളൊന്നും രാജു കാലത്തിനോ കോടതിക്കോ ദൈവത്തിനോ വിടില്ല. ഞാൻ തന്നെ പകരം വീട്ടും. ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ദിസ് ഈസ് മൈ ഹ്യൂമൻ റൈറ്റ്. ഋതുവ, മാറടാ. അവര് രണ്ട് കൽപ്പിച്ച അമ്മേ. ആ ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തിയത് ഞാനാണെന്നെങ്ങാനും അവര് കണ്ടുപിടിച്ച അതോടെ എന്റെ ലൈഫ് തീർന്നു. അംബിക വർമ്മയുടെ മോന്റെ ലൈഫൊന്നുമേ അങ്ങനെയൊന്നും തീരില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ച് ഗോപുര നടക്കിൽ കേറുന്ന എന്തിനാ? എല്ലാം നിനക്ക് വേണ്ടിയാ, എന്റെ മോന് വേണ്ടി. അമ്മേ, എതിരാളികളും നമ്മളെ പോലെ ശക്തരാണെന്നാ ഞാൻ പറഞ്ഞു വന്നത്. വല്ല എവിഡൻസ് വരെ കണ്ടെത്തിയ ആ ദേവസേനെ പോലുള്ള വക്കീൽ വന്ന് എനിക്കെതിരെ വാദിച്ച നീ സമാധാനായിട്ട് നിന്നേ. ഹലോ മാഡം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ കേസിന്റെ പുറകെ ഇപ്പൊ രാജുവും ഋതികയാണെന്ന്. അന്വേഷിക്കുന്നുണ്ടോ മാഡം? എവിഡൻസ് കളക്ട് ചെയ്യാനും പ്രതികൾ ആരാണെന്ന് കണ്ടെത്താനും നാളെ രാവിലെ അവര് മന്നനൂര് ലക്ഷ്യമാക്കി വരുന്നുണ്ട്. മാഡം, മാഡത്തിന്റെ ആളുകളെ ഞാൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്റ്റേഷനിലും ഉറപ്പിച്ചിട്ടുണ്ട്. മാഡം പേടിക്കണ്ട, രാജുവിനെ നമുക്ക് പൂട്ടാം. അവനെ പൂട്ടിയേ പറ്റൂ. പ്രതാപനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയത് അവനാണെന്ന് വരുത്തി തീർക്കണം. അവനെ കുറഞ്ഞത് 14 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കണം. ശരി മാഡം. അമ്മേ, ദേവര് പുറപ്പെട്ടു. ആരാടാ? ആ രാജു ഋതികയും. ഇത്ര രാവിലെ പുറപ്പെട്ടോ? ആ അമ്മേ. അപ്പോ പ്രതിയെ ഉടനെ പിടികൂടും തോന്നല്ലോ. ശരി, CBI കാരെ ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. ഹലോ മാഡം. അതെ, അവര് പുറപ്പെട്ടിട്ടുണ്ടോ അലക്സാണ്ടർ? പുറപ്പെട്ടോ? ശരി, ബാക്കി ഞാൻ കൈകാര്യം ചെയ്യാം മാഡം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മാഡം.